ഇവിടെ ഒരു വിഷയം ഇപ്പോൾ ഇവർ രക്തസാക്ഷിയായി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെ പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നൊരു വിഷയം, ഇവരുടെ ആ ഒരു അമൽ, നബ്സലാസൽ മതങ്ങൾ പറഞ്ഞില്ലേ ചിലരെക്കുറിച്ച്, അമില യസീറൻ വനാല കസീറൻ ഉജീറ കസീറൻ, അങ്ങനെയാണ്. പിന്നെ ബറാബിൻ ആസിബ് റളിയല്ലാഹു പറയാണ്, ഒരു യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബനു നബീത്ത് ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തി നബ്സലാസൽ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. റജുലുൻ മുഖന്നഉം ബിൽ ഹദീദ്, ശരിക്കും യുദ്ധാവരണം ധരിച്ചിട്ടാണ്, മുഖാവരണമൊക്കെ ധരിച്ചിട്ട് ഒരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് വരുന്നത്. എന്നിട്ട് അയാൾ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഉഖാത്തിൽ അം മുസ്ലിം, ഉഖാത്തിൽ അം മുസ്ലിം, ഞാൻ ഇസ്ലാം സ്വീകരിക്കണോ ഞാൻ യുദ്ധം ചെയ്യണോ? മുസ്ലിമല്ല, ഞാൻ യുദ്ധം ചെയ്യണോ ഞാൻ ഇസ്ലാം സ്വീകരിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്ലിം സുമ്മ ഖാത്തിൽ, ഇസ്ലാം സ്വീകരിക്കും എന്നിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറയണം. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചു, യുദ്ധം ചെയ്തു. ആ തുടക്കത്തിൽ അയാൾ കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമില യസീറൻ ഉജിറ കസീറൻ, കുറച്ചേ ചെയ്തതുള്ളൂ പക്ഷേ കുറേ ലഭിച്ചു, അദ്ദേഹത്തിന് വലിയ കൂലി കിട്ടി എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഉഹദ് യുദ്ധത്തിൽ നമ്മൾ ഉസൈരീം എന്ന് പറഞ്ഞൊരു വ്യക്തി, ഉസൈരീം ഇതേപോലെ ബനു അബ്ദുൽ ഹഷൽ ഗോത്രത്തിൽ ഇസ്ലാം സ്വീകരിക്കാതെ പിന്തി നിന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ ഉസൈരീമാണ്. അംർ ഇബ്നു ഉഖൈഷ് എന്ന് പറയുന്ന ഉസൈരീം. അയാൾ ഉഹദ് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് യുദ്ധത്തിന് അനുവാദം ചോദിക്കുന്നുണ്ട്. അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇത് ചെയ്യാണ്, മാറ്റുകയാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉഹദിൽ പങ്കെടുത്തിട്ട് ഒരു ഷഹീദായി. ഉസൈരീമിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു, വളരെ കുറച്ചാണ് ചെയ്തത് പക്ഷേ വലിയതാണ് നേടിയത് എന്ന് പറയുന്നത്. ഫദാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫദാല സഹാബിയാണോ താബിയാണോ, ഏതായാലും ഈ ഫദാല അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഇവർ ഒരു സൈന്യമായിട്ട് യുദ്ധത്തിന് പോയി, യുദ്ധയാത്രയിലാണ്. ആ യുദ്ധയാത്രയിൽ ശത്രുക്കളുടെ കോട്ടൻ്റെ സൈഡിൽ മുസ്ലിം സൈന്യം ഫദാലയുടെ നേതൃത്വത്തിൽ, ഫദാല കമാൻഡർ ഇൻ ചീഫാണ്, നേതൃത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ ആ കോട്ടയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു എന്നാണ്, ഇങ്ങനെ കോട്ടയിൽ നിന്ന് ചാടി ഉതിർന്നു വന്നു എന്നാണ്, കോട്ടക്കകത്ത് നിന്ന്. റജുലുൻ അഹ്മറു ദൂ ഷവാരിബ് എന്നാണ്, ചുവന്നൊരു മനുഷ്യൻ, നല്ല മീശയുണ്ട്, നല്ല മീശയുള്ള ചുവന്നൊരു മനുഷ്യന് കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഉതിർന്നിട്ട് വന്നതാണ് ഇവരുടെ അടുത്തേക്ക്. എന്നിട്ട് അയാൾ പറയാണ്, ഫദാലിനോട് പറയാണ്, എല്ലാവരും കൂടി ഇയാളെ പിടികൂടി, കാരണം കോട്ടൻ്റെ കൂടെ ഒന്നല്ലേ വരുന്നത്, ശത്രുക്കളുടെ കോട്ടയാണ്. അപ്പോൾ ഇയാളെ പിടികൂടിയിട്ട് ഫദാലിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഫദാല അയാളോട് ചോദിക്കുകയാണ്, എന്താണ് കാര്യം, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ മൂക്കറ്റം മദ്യപിച്ചിരുന്നു, പന്നി മാംസം കഴിച്ചിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ ഉറക്കിൽ സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് എന്നെ ഛർദ്ദിപ്പിച്ച്, രണ്ട് സ്ത്രീകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അസ്ലിം, ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് അസ്ലം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ വന്നിട്ട് തനിക്കുണ്ടായ സ്വപ്നത്തിൻ്റെ ആ രീതിയിൽ അയാൾ വന്നിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാണ് ആരോട്, ഫദാലയോട്. ഫദാല പറയാണ്, ഇയാളിത് ഞങ്ങളോട് പറയുന്നതിനിടയിൽ എന്ത് ചെയ്തു എന്നാണ്, ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ജിബാർ വന്നു. ജിബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയിൽ നിന്ന് തെറ്റാലിയിൽ എറിയണ കല്ല് ഞങ്ങളുടെ നേരെ വന്നു. ആ ഒരു ജിബാർ ഈ വ്യക്തിയുടെ പെരടിയിൽ കൊണ്ടു, അയാൾ അവിടെ മരിച്ചു പോകും. ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ റജുലുൻ അഹ്മർ ദൂ ഷവാരിബ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ മുന്നിൽ അവിടെ അയാൾ മരിച്ചു വീണു. കാരണം ഈ കല്ല് അയാൾക്ക് പെരടിയിൽ കൊണ്ടിട്ടാണ് അയാൾ വീണത്. എന്നിട്ട് ഫദാല പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, അമില ഖലീലൻ വനാല കസീറൻ, വളരെ കുറച്ച് അമലാണ് ചെയ്തത് പക്ഷേ വലിയത് അദ്ദേഹത്തിന് കിട്ടി. എന്നിട്ട് പറയാണ്, ഫദാല പറയാണ്, ഞങ്ങൾ അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് മറമാടി അവിടെ നിന്ന് പോകുന്നു, ഒരു നിസ്കാരം പോലും അദ്ദേഹത്തിന് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഫദാല റളിയല്ലാഹു തആല അൻഹു. ഫദാല ഇബ്നു ഉബൈദ്, മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ഖാദിയാക്കി അവരോധിച്ചൊരു ചരിത്രമുണ്ട്. ഫദാല ഇയാൾ ഖാദിയായിരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഒരു പണക്കീൻ്റെ വിഷയത്തിൽ ഒരാളെ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഒരാൾക്ക് 100 ദീനാർ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ നഷ്ടപ്പെട്ട വ്യക്തി വിളിച്ചു പറഞ്ഞ്, എൻ്റെ 100 ദീനാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊണ്ടുവരുന്നവർക്ക് 20 ദീനാർ തരുന്നു, കൊണ്ടുവരുന്നവർക്ക് 20 ദീനാർ തരും.
അപ്പോൾ ഇയാളിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇത് അനൗൺസ് ചെയ്തപ്പോൾ കിട്ടിയൊരു വ്യക്തിയുണ്ട് 100 ദീനാർ കിട്ടിയ വ്യക്തി. അയാൾ എന്ത് ചെയ്ത് വേഗം വന്ന് എന്നിട്ട് പറഞ്ഞ് എനിക്ക് കിട്ടിയത് നിങ്ങളെ 100 ദീനാർ ഇതാ, ഇനി എനിക്കുള്ള കൂലി തരാൻ പറഞ്ഞു. അപ്പോൾ ആ ദീനാറിൻ്റെ ആൾ പറയാണ് എനിക്ക് 120 ദീനാർ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് 120 ദീനാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് 100 ദീനാറേ ഉള്ളൂ. അപ്പോൾ മറ്റവൻ പറയാണ് ഓൻ വളയാണ്, ഓൻ പറയാണ് 120 ദീനാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്താ കേസായല്ല, ഫദാലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഫദാലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫദാലിനോട് ഈ വിഷയം അവതരിപ്പിച്ച് എന്താ കേസ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് 100 ദീനാർ കിട്ടിയത്, ഇയാൾ 100 ദീനാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 20 ദീനാർ തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഇയാൾ പറയുന്നത് 120 ദീനാർ പോയിക്കണമെന്നാണ്. അപ്പോൾ അമ്മാരാണ് മാഫി മുഷ്കിൽ. അയാളോട് ചോദിച്ച് നിങ്ങൾക്ക് എത്ര പോയത് ചോദിച്ചു. എനിക്ക് 120 ദീനാറാണ് പോയത്. അപ്പോൾ ഫദാല ഈ 100 ദീനാർ ഇത് കിട്ടിയാക്കാൻ കൊടുത്തിട്ടാണ് ഇത് ഇജ്ജ് പിടിച്ചോ, എപ്പോഴാണോ ഇതിൻ്റെ ആൾ വരുന്നത് അപ്പോൾ കൊടുത്താൽ മതി, എൻ്റെ 120 ദീനാർ അത് പിന്നെ തിരഞ്ഞു പോയി കഞ്ഞി തിരയാൻ പറഞ്ഞു. അങ്ങനെ വിട്ടുന്നാണ്. ഫദാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല സഹാബിയാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖാദി ആയി അവരോധിക്കപ്പെട്ട മഹാൻ. അദ്ദേഹത്തിന് ആ ഒരു അനുഭവം, ആ ഒരു വ്യക്തി കണ്ടില്ലേ, ഏതോ ഒരു ശത്രു രാജ്യത്താണ്, ശത്രുവിൻ്റെ കോട്ടയിൽ നിന്ന് അയാൾ അന്ന് മദ്യപിച്ച് പന്നിയിറച്ചി നിന്ന് കിടന്നാണ് അക്രമക്കുമുള്ള. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം സ്വപ്നത്തിലൂടെ ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നെ മുസ്ലിമീങ്ങളെ കണ്ടപ്പോൾ എന്ത് ചെയ്യണം, കോട്ടയിൽ നിന്ന് ചാടി വരികയാണ് പിറ്റേന്ന്. എന്നിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതമാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ഈ സിബാർ വന്നിട്ട് പരടിയിൽ കൊണ്ട് അയാൾ മരിക്കണത്. ഫദാല പറയാണ് വളരെ ഒരു റക്കായത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, വളരെ കുറച്ച് ചെയ്തു, പക്ഷേ വലിയ കൂലിയാണ് കിട്ടിയത്. അതാണ് ഇവിടെ ഇവരുടെയും വിഷയത്തിൽ. അവർ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ തന്നെയും വളരെ കുറച്ച് ഒരു ഇസ്ലാമിക ജീവിതം അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവർക്ക് വലിയ പ്രതിഫലമാണ് നേടാനായത്. അവർ ശുഹദാക്കളായി ആദരിക്കപ്പെട്ടു എന്നുള്ളതാണ്.